നമസ്കാരം. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ ഉജ്ജ്വല ജയമായിരുന്നു ടീം ഇന്ത്യ നേടിയത്. ബാറ്റിംഗിലും ബൗളിംഗിലും ആധികാരിക പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ എതിരാളികളെ നിലം പരിശാക്കുന്നതാണ് ഗ്വാളിയറിൽ കണ്ടത്. ജയത്തോടെ 3 മത്സര പരമ്പരയിൽ 1-0 മുന്നിലെത്താനും ഇന്ത്യക്ക് സാധിച്ചു. അതേസമയം ആദ്യ T20യിൽ 2 കളിക്കാർക്കായിരുന്നു ഇന്ത്യ അരങ്ങേറ്റം നൽകിയത്. ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും വലംകയ്യൻ പേസറായ മയങ്ക് യാദവുമായിരുന്നു അത്. കഴിഞ്ഞ IPL കാഴ്ചവെച്ച മിന്നും പ്രകടനമാണ് ഈ താരങ്ങൾക്ക് ദേശീയ ടീമിലേക്കുള്ള വഴി തുറന്നത്. ഇവരെ പോലെ കഴിഞ്ഞ IPL തിളങ്ങിയ മറ്റൊരു അൺക്യാപ്ഡ് താരം കൂടി ഇപ്പോഴത്തെ ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പേസറായ ഹർഷിത് റാണയാണ് അത്. ബംഗ്ലാദേശിനെതിരായ ആദ്യ T20യിൽ സൈഡ് ബെഞ്ചിൽ ഇരിക്കാനായിരുന്നു ഹർഷിത് റാണയ്ക്ക് വിധി. എന്നാൽ രണ്ടാം T20യിൽ താരത്തിന് ടീമിലേക്ക് വിളി വരും എന്നാണ് നിലവിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ സൂചനകൾ. ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം T20 നടക്കുന്നത് ഡൽഹിയിലാണ്. ഹർഷിത് റാണയുടെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് ഇത്. സ്വന്തം നാട്ടിൽ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കാനുള്ള സുവർണാവസരം ഹർഷിത്തിന് ലഭിച്ചേക്കും എന്നാണ് സൂചനകൾ. അങ്ങനെ വന്നാൽ അതിൽ പരം സന്തോഷം ഹർഷിത്തിന് കിട്ടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ഹർഷിത് റാണയെ ടീമിലേക്ക് കൊണ്ടുവരുമ്പോൾ ആരെ ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ ടീം മാനേജ്മെന്റിന് മുന്നിലെ തലവേദനയായി ഉണ്ടായിരിക്കുന്നത്. ആദ്യ T20യിൽ ഇന്ത്യയുടെ ബൗളർമാരെല്ലാം മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓൾറൗണ്ടർമാരിൽ ആരെയെങ്കിലും മാറ്റി പകരം ഹർഷിതിനെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താനാണ് സാധ്യതകൾ കൂടുതൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2024 സീസണിൽ ഉജ്ജ്വല പ്രകടനമായിരുന്നു 22-കാരനായ ഹർഷിത് റാണ കാഴ്ചവെച്ചത്. 13 മത്സരങ്ങളിൽ 19 വിക്കറ്റുകൾ വീഴ്ത്തി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കിരീടധാരണത്തിന് പിന്നിൽ അദ്ദേഹം സുപ്രധാന പങ്കാണ് വഹിച്ചത്. ലിസ്റ്റ് A ക്രിക്കറ്റിൽ 14 മത്സരങ്ങളിൽ 22 വിക്കറ്റുകളാണ് ഡൽഹിയിൽ നിന്നുള്ള ഈ യുവതാരം വീഴ്ത്തിയത്. നേരത്തെ ഗ്വാളിയറിൽ നടന്ന ആദ്യ T20യിൽ 7 വിക്കറ്റിനാണ് ഇന്ത്യ ജയിച്ചത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 127 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ ഇന്ത്യ വെറും 11.5 ഓവറുകളിൽ വിജയലക്ഷ്യം കാണുകയായിരുന്നു. 3 വിക്കറ്റുകൾ വീഴ്ത്തിയ അർഷ്ദീപ് സിംഗും വരുൺ ചക്രവർത്തിയുമാണ് ഇന്ത്യൻ ബൗളിംഗിലെ ഹീറോസായി മാറിയത്. 39 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ഹാർദിക് പാണ്ഡ്യയായിരുന്നു ബാറ്റിംഗിലെ ടോപ്പ് സ്കോറർ.